കേരളത്തെ മാറ്റും. ഇത് പറയാനായിട്ട് ഒരു LDF-നോ UDF-നോ സാധിക്കില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന വന്യജീവി ആക്രമണം. കേരളം ഡ്രഗ്സിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണത്. അപ്പോൾ അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ ഭീഷണി, തിരുവനന്തപുരത്ത് ആ ഭീഷണി കുറവാണ്. പക്ഷേ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ തീരദേശത്ത് ഏതാണ്ട് 9 ലക്ഷത്തോളം കുടുംബങ്ങൾ പലപ്പോഴും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും സ്വന്തം വീടുകൾ വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും മറ്റുള്ള പ്രദേശങ്ങളിലുമെല്ലാം വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് ഈ തെരുവ് നായ ശല്യം സ്ഥിരമായിട്ടുള്ള ഒരു ഇന്ന് ശരാശരി ഒരു ദിവസം ഏതാണ്ട് 2000 ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ഇനി വേറൊന്നാണ് നമ്മുടെ ശുചിത്വം, വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ഇതുപോലെയുള്ള വലിയ വലിയ സിറ്റികളിൽ ഇന്ന് എല്ലാവരും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ആ രീതിയിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വെച്ചിട്ട് ഇത് കളക്ട് ചെയ്ത് ഒന്നിച്ച് ഈ വേസ്റ്റിനെ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് വികസിത കോർപ്പറേഷൻ. നമ്മുടെ കോർപ്പറേഷനുകളെല്ലാം ഒരു 10 വർഷത്തെ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കി അതിന് ശാസ്ത്രീയമായിട്ട് പഠിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമുക്ക് അവിടെ പദ്ധതികൾ നടപ്പിലാക്കുക. അപ്പം അതിൽ ഒന്ന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഗതാഗത കുരുക്കാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ഫ്ലൈ ഓവേഴ്സ്, അതുപോലെ 6 ലൈൻ ബൈപ്പാസുകൾ, ഹൈവേസ്, അങ്ങനെയുള്ള ഒരു വലിയ വികസന കാഴ്ചപ്പാട്. ഇനിയുള്ളത് ഹ്യൂമൻ സെക്യൂരിറ്റിയാണ്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതാണ് തെരുവ് നായ ശല്യം. അത് ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ മേയർ അത് വളരെ ഭംഗിയായിട്ട് അതിനുള്ള തുടക്കം കുറിച്ചു. പക്ഷേ ഇത് കേരളത്തിൽ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും മറ്റുള്ള പ്രദേശങ്ങളിലുമെല്ലാം വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് ഈ തെരുവ് നായ ശല്യം സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിനുള്ള വലിയൊരു പദ്ധതിയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും തടഞ്ഞ് തെരുവ് നായ്ക്കളുടെ ശല്യം പൂർണ്ണമായിട്ടും തടയാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഡ്രഗ്സ്. ഇന്നിപ്പോൾ ചെറിയ സ്കൂളുകൾ മുതൽ കോളേജുകളിലെ എല്ലാ സ്ഥലത്തും ഡ്രഗ്സിൻ്റെ ലഭ്യത വളരെ കൂടിയിരിക്കുകയാണ്. കേരളം ഡ്രഗ്സിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണത്. അപ്പോൾ അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഡ്രഗ്സ് ഫ്രീ ആയിട്ടുള്ള 100% ഡ്രഗ്സ് ഇല്ലാതെയായുള്ള ഒരു കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുള്ളൊരു വലിയ പ്രോഗ്രാം. അതുപോലെ ഇന്ന് ശരാശരി ഒരു ദിവസം ഏതാണ്ട് 2000 ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷം തോറും ഒരു 10%, 15% കൂടി വരുന്നതല്ലാതെ ഒരിക്കലും ഇത് കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച്, അതായത് ക്രൈംസ് കുറച്ച്, കുറ്റകൃത്യങ്ങൾ 2000-ൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു 50%, 60% കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള സീറോ ടോളറൻസ് ക്രൈം ഫ്രെയിംവർക്കാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള 3 പ്രശ്നം. അതായത് ഒന്ന് മുല്ലപ്പെരിയാർ ഭീഷണി. തിരുവനന്തപുരത്ത് ആ ഭീഷണി കുറവാണ്. പക്ഷേ ഞങ്ങളൊക്കെ താമസിക്കുന്ന എറണാകുളം ജില്ല, കോട്ടയം, ഇടുക്കി, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, ആലപ്പുഴ, പത്തനംതിട്ടയുടെ ഒരു ഭാഗം,
ഈ ജില്ലകൾ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ. അങ്ങനെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 90 ലക്ഷം ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന 5 ജില്ലകളില്ലാതെയാക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് തമിഴ്നാടുമായിട്ട് സഹകരിച്ച് തമിഴ്നാടിന് വെള്ളം കിട്ടണം, അതേ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കണം. അപ്പോൾ രണ്ടും പരിഹരിച്ചുകൊണ്ട് തമിഴ്നാടിനും കേരളത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കി 2 കൂട്ടരെയും കൊണ്ട് സമ്മതിപ്പിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം, ആ ഭീഷണി എന്നേക്കുമായിട്ട് പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കടൽ കയ്യേറ്റമാണ്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ തീരദേശത്ത് ഏതാണ്ട് 9 ലക്ഷത്തോളം കുടുംബങ്ങൾ പലപ്പോഴും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും സ്വന്തം വീടുകൾ വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് മാറ്റം വരണം. പല സ്ഥലത്തും നമ്മൾ കടൽ ഭിത്തികളൊക്കെ നിർമ്മിച്ചെങ്കിലും അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന കടൽ കയ്യേറ്റത്തിന് 100% ശാശ്വതമായിട്ട് 100% കടലോരത്ത് ജീവിക്കുന്ന 9 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതുള്ളത്, നമുക്കറിയാം കടലോരത്ത് നമ്മൾ അനുഭവിക്കുന്നത് കടൽ കയ്യേറ്റമാണെങ്കിൽ വനം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്ക് പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, വയനാട് അങ്ങനെ തുടങ്ങിയ വിവിധ ജില്ലകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന വന്യജീവി ആക്രമണം. അതിനെ ഭയന്ന് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് മാറി മാറി പല ഗവൺമെൻറ്റുകൾ വന്നെങ്കിലും ഒരിക്കലും സാധിച്ചിട്ടില്ല. പലരുടെയും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഏതാനും ലക്ഷങ്ങൾ കൊടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അല്ലാതെ ഇതിന് ദീർഘവീക്ഷണത്തോടു കൂടി ശാശ്വതമായുള്ള ഒരു പരിഹാരം കാണാനായിട്ട് ഒരു ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ കാണുന്നത് ഇതിന് സ്ഥിരമായിട്ടുള്ള 100% സുരക്ഷിതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 3 പ്രധാന പ്രശ്നങ്ങൾ: 1 മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ഇല്ലാതെയാക്കും, 2 കടൽ കയ്യേറ്റ ഭീഷണി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും, 3 വന്യജീവി ആക്രമണം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി ആളുകളെ സുരക്ഷിതമാക്കുന്ന ഏറ്റവും ചങ്കൂറ്റത്തോടു കൂടിയുള്ള 3 കാര്യങ്ങളിലുള്ള നിലപാടാണ് NDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ കടം ഓരോ 5 വർഷം ഓരോ ഗവൺമെൻറ്റുകൾ വരുമ്പോഴും കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. 35,000 കോടിയിൽ നിന്ന് 72,000 കോടിയായി. 72,000 കോടിയിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിക്കുമ്പോൾ 1,53,000 കോടിയായി. പിണറായി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 1,53,000 കോടിയായിരുന്ന കടം 5 വർഷം ആദ്യ പിണറായി സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അത് 3,15,000 കോടിയായി. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ ഭരണം 10 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് 6,50,000 കോടിയോട് അടുത്തിരിക്കുന്നു. അപ്പോ ഇത് കടം കൂട്ടി കടമെടുത്ത് മാത്രം ഭരണം നടത്തുന്ന ഗവൺമെന്റുകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആരും കടം കുറയ്ക്കാനോ കടമെടുക്കാതെ ഭരണം നടത്താനോ ഇതുവരെ ആരും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ NDA ഗവൺമെന്റ് പറയുന്നു, NDA മുന്നോട്ട് വയ്ക്കുന്നത് ഈ കടം ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് 7-8 വർഷത്തിനുള്ളിൽ 0 ഡെറ്റായിട്ട്, അതായത് കടമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും. ഇത് പറയാനായിട്ട് ഒരു LDF-നോ UDF-നോ സാധിക്കില്ല. അത് NDAക്ക് മാത്രമേ സാധിക്കൂ. 7-8 വർഷം കൊണ്ട് 6 ലക്ഷം കോടി കടം കുറച്ച് കൊണ്ടുവന്ന് 8-ാം വർഷമോ 9-ാം വർഷമോ ഡെപ്പോസിറ്റ്, അതായത് മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കി NDA തെളിയിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനം കൂടി ഇതിൽ നൽകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം നമ്മൾ സാധാരണ രീതിയിൽ ആളുകളെ വിഡ്ഢിയാക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയല്ല. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് കേരളത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി
അതിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഈ ഇത്തവണത്തെ NDAയുടെ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഇത് നടപ്പിലാക്കും. നിങ്ങൾക്കറിയാം, ഞാനടക്കം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, അത് കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയോടൊപ്പം നേർന്ന് നമ്മുടെ തുഷാർജിയുണ്ട്. ഇവരെല്ലാവരും കൂടി മുന്നോട്ട് വെക്കുന്നത് വെറും വാഗ്ദാനമല്ല, യാഥാർത്ഥ്യമായിട്ട് നടപ്പിലാക്കാവുന്ന, കേരളത്തെ മാറ്റിയെടുക്കാവുന്ന പ്രകടന പത്രികയാണ്. എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.